ഹായ്, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മനോഹരമായൊരു 4 BHK വീട്, അതും 6 മീറ്റർ വീതിയുള്ള മെയിൻ ടാർ റോഡ് ഫ്രണ്ടേജായി വരുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നിങ്ങൾക്ക് കാണാം, നല്ല വീതിയുള്ള 6 മീറ്റർ വീതിയുള്ള റബ്ബറൈസ്ഡ് ടാർ റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു വ്യൂ ആണ് ഈ വീടിന്. 2 വശവും റോഡാണ് ഈ വീടിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് 6 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും നൽകിയാണ്. 2 സൈഡിൽ 2 മെയിൻ എൻട്രി ഈ വീടിന് വരുന്നുണ്ട്. 4 ബാൽക്കണിയും 2 ഫ്രണ്ട് വശവും വരുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ കുറിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് അടുത്തായി പൂക്കാട്ടുപടി എന്ന സ്ഥലത്താണ്. ആലുവയ്ക്കും അടുത്താണ്. അതായത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു 9 കിലോമീറ്റർ ദൂരവും ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് 8 കിലോമീറ്റർ 8.5 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. തൊട്ടടുത്തുള്ള ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏതാണ്ട് ഒരു 3.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 400 മീറ്റർ മാത്രം ദൂരവും, അതുപോലെ തന്നെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു 13-14 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. എടപ്പള്ളി ലുലു മാളിലേക്ക് ഏതാണ്ട് ഒരു 13 കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട്. കാക്കനാട് ഭാഗത്തേക്കും എടപ്പള്ളി ഭാഗത്തേക്കും പെരുമ്പാവൂർ ആലുവ ഭാഗത്തേക്കും തൃപ്പൂണിത്തുറ ഭാഗത്തേക്കെല്ലാം ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. ഏതാണ്ട് ഒരു 4 കാർ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് വരുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി നല്ല മനോഹരമായ രീതിയിലാണ് ഗാർഡനുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. ചെറിയൊരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. വലിയൊരു മതിൽ ഈ വീടിന് ലഭ്യമാണ്. ഏതാണ്ട് ഒരു 30 മീറ്റർ നീളമുള്ള മതിലാണ് ഈ വീടിന്, ഫ്രണ്ട് മതിലാണ് ഈ വീടിന് വരുന്നത്. 2 ഗേറ്റുകൾ നൽകിയിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്തായി കല്ലുകൾ വിരിച്ച് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നൽകിയിരിക്കുന്നു. മനോഹരമായൊരു പില്ലറാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഗ്ലാഡിങ് സ്റ്റോണെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്തെ ഡോറ് ഒരു പാളിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു ഡബിൾ ഹൈറ്റിലുള്ള ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഇവിടെ നിന്നാണ് നൽകിയിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ഡൈനിങ് സ്പേസിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു 8 പേർ അല്ലെങ്കിൽ 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കിച്ചണിലേക്ക് പോയാൽ ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 കിച്ചണുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹൈറ്റിലാണ് കിച്ചണെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒരു വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സെക്കൻഡറി കിച്ചൺ കൂടി അവൈലബിൾ ആണ്. ഇലക്ട്രിക് ചിമ്മിനി ഇവിടെ അവൈലബിൾ ആണ്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്.
ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിന് ടോട്ടലായി 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്, ഒരു സ്റ്റഡി റൂമും. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല കൺസീൽഡായിട്ടുള്ളൊരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഇതൊരു ചെറിയൊരു ബെഡ്റൂമാണ്. മനോഹരമായ രീതിയിൽ വാൾഡ്രോബ് സൗകര്യം ലഭ്യമാണ്. കൺസീൽഡായിട്ട് തന്നെയാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്ലോസി ഫിനിഷിലുള്ള ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാളുകളിൽ നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളും എല്ലാം നൽകി നല്ല മനോഹരമായ രീതിയിൽ തന്നെ അതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയ നല്ലൊരു ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വർക്കുകളെല്ലാം നൽകിയിരിക്കുന്നു. മാത്രമല്ല വെന്റിലേഷൻ സൗകര്യം ധാരാളമായി തന്നെ നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് വീട് വരുന്നത്. 6 മീറ്റർ വീതിയുള്ള റബ്ബറൈസ്ഡ് ടാർ റോഡ് ഫ്രണ്ടേജാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് ഒരു ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയിലല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 2008 പോലും ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയാണിത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളിലേക്ക് പോകാം. തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എൻട്രി കൂടി വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നമുക്കിവിടെ ലഭ്യമാണ്. ഗ്ലോസി ഫിനിഷുള്ള വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്യാരൻറ്റിയോട് കൂടിയാണ് ഈ വീട് നിങ്ങൾക്കും നൽകുന്നത്. ഈ ഡോർ ഓപ്പൺ ചെയ്താൽ ഒരു ബാൽക്കണിയിലേക്കാണ് എക്സിറ്റ് പോകുന്നത്. മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ബാത്റൂം സൈഡിലേക്ക് പോയാൽ മനോഹരമായ വാൾ ടൈൽസുകളാൽ ഡിസൈൻ ചെയ്തൊരു ബാത്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. സറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ്. മാത്രമല്ല മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ഫോർത്ത് ബെഡ്റൂം ഒന്ന് കാണാം. മനോഹരമായ ഈ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വലിയ കിങ് സൈസ് ബെഡിനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്നും നമുക്ക് ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. നല്ലൊരു സ്പേഷ്യസ് ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയ സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ ഉപയോഗിച്ചിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ക്രീം കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നിന്നും ഒരു ബാൽക്കണിയിലേക്ക് എക്സിറ്റ് അവൈലബിൾ ആണ്. ടോട്ടലായി 4 ബാൽക്കണികളാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാണ്ട് 6 സെൻറ്റ് അടുത്ത് ഒറിജിനൽ ലാൻഡ് 2200 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഈ വീട്ടിൽ 4 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 4 ബാൽക്കണികൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ സ്റ്റഡി റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ സ്റ്റഡി റൂമിൽ നമുക്കിവിടെ സ്റ്റഡി ടേബിളും ഷെൽഫുകളെല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നിന്നാണ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഒരു എക്സിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്ക് ഇവിടെയാണ് ലഭിക്കുന്നത്. ഡ്രസ് വർക്കെല്ലാം ചെയ്ത് സൈഡ് വശങ്ങളെ ഗ്രില്ലെല്ലാം നൽകി സെക്യൂർഡായിട്ട് തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഇവിടെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്.
വീട് വാങ്ങാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.